പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വിലുവിദാസന്മാർക്കും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളെ കുടുംബമായി വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തോട് ഒരുമിച്ചാണല്ലോ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ഒരവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സഭയായിട്ടും വ്യക്തിപരമായിട്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം ജീവിക്കയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്നാണ് ദൈവം അവസരം തന്ന് ഇന്ന് ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ബലം തന്നു, അവൻ നിർത്തി, അതുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു. ഞാൻ അധികമൊന്നും പറയുന്നില്ല, കാരണം എല്ലാ ന്യൂസും എല്ലാ ഇടങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് വിവരങ്ങളൊന്നും അധികം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിവില്ല. ഒരു സാധനം എടുക്കാനോ പിടിക്കാനോ പറ്റില്ല. എൻ്റെ വിരലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഷോൾഡർ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എൻ്റെ എൽബോയും ഒരു ചെറിയ മൂവ്മെന്റ് എനിക്കുണ്ട്. അതിലല്ലാണ്ട് താഴോട്ട് വേറെ മൂവ്മെന്റ്സ് ഇല്ല. സ്പാസ്മ്, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്. എനിക്ക് തിരിയണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സഹായം വേണം. ഒന്ന് മുഖം ചൊറിഞ്ഞാലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനും സഹായം വേണം. അങ്ങനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. ആരെങ്കിലും വാരിത്തരും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ദൈവം ബലപ്പെടുത്തിയിരിക്കുന്നു. അനേകരെ ബലപ്പെടുത്തുവാൻ ദൈവം ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ നടത്തുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര സ്തുതിച്ചാലും മതിയാകിയില്ല. ഞാൻ അധികം സാക്ഷ്യം ദീർഘപ്പെടുത്താതെ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിലും ദൈവം വളരെ അത്ഭുതമായിട്ടാണ് നടത്തിയത്. പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും അവിടെയൊക്കെയും അവൻ വചനത്തിൽ കൂടെയും വിവിധമായ വിഷയങ്ങളിൽ കൂടെയും പലരിൽ കൂടെയും ദൈവം ബലപ്പെടുത്തി നടത്തി. അതിനായി സ്തോത്രം. ഇന്നത്തെ നമുക്ക് ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം എടുത്ത് വായിച്ച് സഹായിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആമേൻ, 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 ആമേൻ. വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവം അതിനെ പ്രാക്ടീസ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വരുന്നില്ല. എന്നാൽ ഏത് സാഹചര്യമായാലും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫുള്ളി ഡിപ്പെൻഡന്റാ. എന്റെ ഭാര്യയുമില്ല എന്നെ സഹായിക്കാനായിട്ട്. അപ്പം ബാക്കിയുള്ളവര് എത്ര നാൾ എന്നെ നോക്കുന്ന ആള് എത്ര നാൾ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ലീവിന് പോകണം, അല്ലെങ്കിൽ വേറെ പോകണം. അങ്ങനെയൊക്കെ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവരെ കാട്ടിലും കൂടുതൽ ചിന്തിക്കാനായിട്ട് എനിക്കുണ്ട്. എനിക്കറിയില്ല, എന്നെക്കാട്ടി കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ മെസ്സേജ് ഞാൻ എന്നെ തന്നെ ഏറ്റെടുത്തുകൊണ്ടും തന്നെയാണ് ഈ മെസ്സേജ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അടുത്തത് പറയുന്നത് ഒന്നുകൂടെ വായിച്ച്. പ്രാർത്ഥനയാലും സ്തോത്രത്താലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ
പറയുവാൻ ആഗ്രഹിക്കുന്ന സ്തോത്രത്തോടു കൂടി, വിത്ത് താങ്ക്സ് ഗിവിംഗ്. വിത്ത് താങ്ക്സ് ഗിവിംഗ്. ഏത് സാഹചര്യമായാലും, ഏത് സിറ്റുവേഷൻ ആയാലും, നമ്മൾ ഏതിൽ കൂടെ കടന്നു പോയാലും സ്തോത്രത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ അറിയിക്കുവാനാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? സങ്കടമുള്ളപ്പോൾ, ദുഃഖമുള്ളപ്പോൾ, വ്യാകുലമുള്ളപ്പോൾ നമുക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പറ്റും. എന്നാൽ സ്തോത്രം ചെയ്യുന്ന എപ്പോഴാണ്? അതിന് മുമ്പത്തെ 4-ാം വാക്യം തൊട്ട് വായിച്ചതിനെ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാ വരുന്നത്. അപ്പോൾ സന്തോഷിക്കുന്നവർക്ക് സ്തോത്രത്തോടെ അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്തോത്രത്തോടെ അറിയിക്കുന്ന വ്യക്തിക്ക് എത്ര നേരം പ്രാർത്ഥിക്കാൻ സാധിക്കും? ആമേൻ, ഹല്ലേലൂയ. ഇതെല്ലാം ഒരു ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവമക്കളോട് ഇവിടെ അപേക്ഷിക്കുന്നത് സ്തോത്രത്തോടെ നമ്മൾ അറിയിക്കുക എന്ന് മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സ്തോത്രത്തോടെ തന്നെയാണ് ദൈവസന്നിധിയിൽ അറിയിക്കേണ്ടത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്തോത്രത്തോടെ അറിയിക്കണമെങ്കിൽ നമുക്ക് വലിയൊരു ആഴമേറിയ വിശ്വാസം. വിശ്വാസമില്ലാത്തവർക്ക് ഭയവും അതർച്ചയും എല്ലാം കാണും. എന്നാൽ സ്തോത്രത്തോടെ അറിയിക്കണമെങ്കിൽ വലിയ വിശ്വാസം വേണം. ആട്ടെ, ഞാൻ വേറെ ഭാഗത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യണം എന്നുള്ളതിൻ്റെ പല ഭാഗങ്ങളുണ്ട്. എന്നാൽ സ്പെഷ്യലി 3 ഏരിയാസിൽ നിന്ന് ഞാൻ എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. ഡ്യൂട്ടോണമി ചാപ്റ്റർ 8 വേഴ്സ് 7 to 10. ഡ്യൂട്ടോണമി ചാപ്റ്റർ 8 വേഴ്സ് 7 to 10. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലയോ നിന്നെ കൊണ്ടുപോകുന്നത്? അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം, ഒലിവൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലും ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ഒരു ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയെ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ. അപ്പോൾ അവിടെ പറയുന്നത്, ദൈവം നിന്നെ നയിച്ചുകൊണ്ട് പോകുന്ന പറയുന്ന മരുഭൂമി യാത്ര കഴിഞ്ഞതിന് ശേഷം കനാൻ ദേശത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു എന്നാ പറയുന്നത്, ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞ് ഉപദേശിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവം നിങ്ങളെ നയിക്കാൻ പോകുന്നത് അനുഗ്രഹങ്ങൾ ദൈവം നൽകും, നീരുറവയുള്ള ദേശങ്ങൾ നൽകിത്തരും, ഒരു ഇതിനും ക്ഷാമം ഉണ്ടാകുകയില്ല, അപ്പത്തിന് ക്ഷാമം ഉണ്ടാകുകയില്ല, അവിടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ, നല്ല കൃഷികൾ ഒക്കെയും ഉണ്ടാവും. എങ്ങനെ പറഞ്ഞ് വളരെ അനുഗ്രഹപ്പെട്ട ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അവിടെ അരുളി ചെയ്യുന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഞാൻ അവിടെ ദോഹയിൽ ഉണ്ടായിരുന്ന ആ സമയം ഇന്നത്തെ സമയവും കൂടെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം മാറ്റമുണ്ട് എന്നുള്ളത്. അന്ന് ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ മേടിച്ചാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അന്ന് അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതിൽ അത് അഭിമാനമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനത്തെ വണ്ടികളൊന്നും അവിടെ ഇല്ല. അന്ന്
അറബികളായിരുന്നു 4 വീലറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അറബികൾ അതിൽ നിന്നും മാറി വേറെ വണ്ടി എടുക്കേണ്ടി വരികയാണ്. കാരണം ദൈവം നന്മകൾ നൽകിയിട്ടുണ്ട്. ദൈവം നന്മകൾ നൽകുന്ന ദൈവമാണ്. നമ്മൾ ഒന്ന് പിൻപോട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും സാധിക്കും. നമ്മുടെ ജീവിതം, പഴയ ജീവിതത്തെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം അവരതൊന്നും കണ്ടിട്ടില്ല. ഏയ് ഇങ്ങനെയാണോ, ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് വരെ അവർ ചോദ്യം ചോദിച്ചു എന്ന് വരും. ഇസ്രായേൽ ജനം നന്മകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് നല്ല അനുഗ്രഹപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ കൂടെ എങ്ങനെയാ യാത്ര ചെയ്തതെന്നുള്ളത് വിവരങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും. എന്നാൽ അതുപോലെയാണ് ദൈവം നന്മകൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തുവാ? സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. അതും താങ്ക്സ് ഗിവിംഗ് ആണ്. സ്തോത്രം ചെയ്യണം. ഇതൊരു ഇൻസ്ട്രക്ഷനാ കൊടുക്കുന്നത്, സ്തോത്രം ചെയ്യാൻ. അല്ല, സ്തോത്രം ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന് താഴോട്ട് വായിച്ചോ, 18-ാം വാക്യം വരെ വായിച്ചോ. അതൊന്നും പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ ഓർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക. സ്തോത്രം ചെയ്യുക, അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് എന്നുള്ളത് വായിച്ചു നോക്കാം. 18-ാം വാക്യം വരെ ഒന്ന് വായിച്ചാൽ. 11 തൊട്ട് 8-ാം അധ്യായം, ഡ്യൂട്ടോണമി 8:11 to ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് സ്ഥാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ നെഗ്ലിച്ചു പോകും കേട്ടോ, നെഗ്ലിച്ചു പോകും. സ്തോത്രം ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നെഗ്ലിച്ചു പോകും. വായിച്ചു. നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഈ സ്തോത്രം ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ? നെഗ്ലിച്ച വരും. എന്ന് മാത്രമല്ല, പിന്നീട് വന്ന് ഒരു സ്ഥിതി വരുമ്പോ തോന്നും, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതിനകത്ത് ഒരു ഗമ്യയും ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ മാറ്റം വരും. പണ്ടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് അല്ല ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്, മാറ്റം വരും. ആ മാറ്റം വരുന്നത് കാരണം എന്ന് പറയുന്നത് സ്തോത്രം ചെയ്യാത്തോണ്ടാ. അതുകൊണ്ട് പിന്നീട് വരുമ്പോഴത്തേന് വരുന്നത് എന്തോ ഞാൻ നേടി, ഞാൻ ഇതേതു എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരുമെന്നാണ്. ഓർക്കണം, ഇത് ദൈവമാണ് തന്നതെന്ന് ഓർക്കണമെന്നാണ് 18-ാം വാക്യം പറയുന്നത്. ആമേൻ, സ്തോത്രം. ഈ കൈ 2 തന്നതേ ആരാ? നമ്മൾ നേടിയെടുത്തതാണോ ഈ കൈ 2? നിങ്ങൾക്ക് കൈ ഉണ്ട്, നേടിയെടുത്തത് നിങ്ങൾ നേടിയെടുത്തതാണോ? അല്ല, ദൈവം അത് ദാനമായി തന്നതാ. കാല് 2 തന്നത് ദൈവമല്ലേ തന്നത്? ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നു, ആ ബുദ്ധി തന്നതാരാ? ദൈവമല്ലേ? നിങ്ങളായിട്ട് സമ്പാദിച്ചെടുത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ല, അധ്വാനിച്ചു എന്ന് പറയുന്നേ. അധ്വാനിച്ചെങ്കിൽ കൈ കൊണ്ടല്ലേ അധ്വാനിച്ചേ?
അത് ദൈവം തന്ന കൈയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കുള്ളതെല്ലാം ദൈവം തന്നതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, recognize the gift of God. എനിക്ക് ദൈവം തന്നതാണ് എന്നുള്ളതിന്റെ റെക്കഗ്നിഷൻ വേണം. ഒരാള് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ല എങ്കിൽ അതിനൊരു പ്രയോജനമില്ല. ആ തന്നതും കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ റെക്കഗ്നൈസ് ചെയ്യുക മാത്രമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം, നന്ദി ഉണ്ടാകണം. നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് നന്ദി ഉണ്ടാകണം. ആ നന്ദി ഉണ്ടാകുന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് പോരാ, ഈ ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ. അടുത്ത ലെവലിലേക്ക് പോകണം. ഈ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാ സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത്, താങ്ക് ചെയ്യുക എന്ന് പറയുന്നത്, നന്ദി പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്നത് അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വി ഷുഡ് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം, നന്ദി വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അതാണ് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി സ്തോത്രം ചെയ്യാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് ആയിട്ട് ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ എത്രമാത്രം സ്തോത്രം ഹല്ലേലൂയ പറയുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. കാരണം മലയാളത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് സെന്റൻസിൽ ഗ്യാപ്പ് വരുമ്പോഴത്തേന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സ്തോത്രം ഹല്ലേലൂയയും പറഞ്ഞുകൊണ്ടാണ്. അത് നമുക്ക് അറിയില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. അതൊക്കെ ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല, നല്ല കാര്യമാണ്, അത് ചെയ്യാം. പക്ഷെ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ വന്നപ്പോഴത്തേന് ഇടയ്ക്ക് പിന്നെയും ഫില്ലിന്റെ ബാക്ക് ഞാൻ ഫില്ല് ചെയ്തോണ്ടിരിക്കുക സ്തോത്രം ഹല്ലേലൂയ. പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ഹിന്ദിയിൽ സ്തോത്രം ഒന്നുണ്ടോ? ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, അറിയാതെ നമ്മൾ പറയുന്നുണ്ട്, ഒത്തിരി സ്തോത്രം പറയുന്നുണ്ട്, സ്തോത്രം 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 സ്തോത്രം. എന്നാൽ ആ സ്തോത്രത്തിന്റെ പിമ്പിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നന്ദിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? അതോ ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ തന്നെയാണോ പറയുന്നത്? പറയുന്നതിൽ കുഴപ്പമില്ല, എൻകറേജ് ചെയ്യുന്നു, പറയുക. പക്ഷെ അതിനോടൊപ്പം നമുക്ക് ഒരു നന്ദിയുള്ള ആറ്റിറ്റ്യൂഡോട് കൂടെയാണ് പറയേണ്ടത്. അതാണ് ആക്ച്വൽ സ്തോത്രം. അത് വേണമെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റെക്കഗ്നൈസ് ചെയ്തില്ല എങ്കിൽ, നന്ദി പ്രകടമാക്കിയില്ല എങ്കിൽ എങ്ങനെ ഇരിക്കും? ഈ തന്നതും കൊണ്ട് ഒരു പ്രയോജനമില്ലാതെയായിരിക്കും. ഞാനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കൽക്കട്ടയിലായിരുന്നപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, പറഞ്ഞു മോനെ ഒന്ന് കൗൺസിൽ ചെയ്യണമെന്ന്. ഞാൻ ചെന്നു. അപ്പൊ പ്രശ്നം എന്നാ, അവനൊരു വില കൂടിയ മൊബൈൽ ഫോൺ വേണം. അതിന് അവിടെ അവൻ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവന് വേണം, അല്ലെങ്കിൽ എല്ലാം തല്ലിപ്പൊളിക്കും എന്നൊക്കെ ആയി മട്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെന്ന് അവനോട് പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഇത്രയും കിടന്ന് തീർന്നത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണ്ടി ചെയ്യാതെ പിന്നെ അവർ എന്തിനു വേണ്ടിയിട്ടാ ഇത് കാശൊക്കെ വെച്ചേക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ടല്ലേ, ചെലവാക്കിയാലല്ല. അവന്റെ ഉത്തരം ഇങ്ങനത്തെയായിരുന്നു. അറിയണോ, ആ കപ്പിളിന് മക്കളില്ല. ആക്ച്വലി വേറെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് 2 പിള്ളേരെ എടുത്ത് വളർത്തിക്കൊണ്ട് വന്നതാണ്. അതിലൊരുത്തനാണ് ഈ പറയുന്നത് അവർക്ക് ഒത്തിരി കാശുണ്ട്, അവർ തന്നാൽ എന്താന്ന്.
കാരണം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെയ്തു കൊടുക്കുന്നത് അവർക്കുള്ളത് കൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നതെന്നോ അത് എന്റെ അവകാശമാണെന്നുമാണ് ഇവൻ ചിന്തിക്കുന്നത്. അല്ലാണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക, നന്ദി ഉണ്ടാകുക എന്നുള്ളത് ഈ കൊച്ചിന്റെ മനസ്സിലില്ല. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നില്ല, നന്ദിയും പറയുന്നില്ല, താങ്ക്സും പറയുന്നില്ല. അപ്പോൾ ഇവിടെ മോശയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് ഇവിടെ നൽകിത്തരുന്നത്. സ്തോത്രം ചെയ്യാൻ പഠിപ്പിക്കുക. നിങ്ങൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ, 10-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നത്, ഭക്ഷിച്ചു കഴിയുമ്പോൾ, തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്യുക എന്നാണ്. നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് വന്നിരിക്കുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യാറുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാറുണ്ട്. അതൊരു നല്ല ശീലമാണ്. അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നെ ആരും അത് പഠിപ്പിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്, കണ്ട് ഞാൻ പഠിച്ചു, ഞാനത് പ്രാക്ടീസ് ചെയ്തു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ ഒരു രീതിയാണ്, അങ്ങനെയാ ചെയ്യേണ്ടത്, അതുകൊണ്ട് ചെയ്യണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവം നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനു വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകും, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറിപ്പോകും. അല്ല, നമ്മൾ സ്തോത്രം ചെയ്യാൻ പഠിച്ചാൽ, ശീലിച്ചാൽ, ദൈവം എത്ര നന്മ, എത്ര അനുഗ്രഹം നമുക്ക് നൽകി തന്നാലും, എത്ര ഉയർച്ചകൾ നമുക്ക് നൽകി തന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയില്ല. നമ്മൾ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മള് ഭക്ഷണത്തിന്റെ ടേബിളിൽ ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുന്നത് വളരെ നല്ല ഒരു ശീലമാണ്. ദിസ് ഈസ് ദ ബേസിക് ടീച്ചിങ് that we should give to our children from their very childhood. നമ്മൾ അന്നത്തിന് വേണ്ടി ഓരോരോ ഗ്രെയിനിന് വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യാൻ പഠിപ്പിച്ചാൽ അവിടുന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ ഒക്കെയും വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്നത്തെ രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ അന്നത്തിന് മുമ്പിൽ ഇരുന്ന് സ്തോത്രം ചെയ്യാനൊന്നും ഉള്ള സമയമില്ല. ചിലര് അതും എടുത്തോണ്ടും പോയി മൊബൈൽ ഫോണും കണ്ടോണ്ട് വേറെ എവിടെയോ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഡൈനിങ് ടേബിളിൽ വരുന്നില്ല. ഓരോരുത്തർക്ക് തോന്നുന്ന പോലെ കൊണ്ടുപോയിരുന്ന് അലസ്യമായി കഴിക്കുകയാണ്. എന്നാ ഭക്ഷിക്കുന്നത് പോലും അവർക്കറിയില്ല. കാരണം അവരുടെ മൈൻഡും ഇതും എല്ലാം തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൊബൈലിലോ അല്ലെങ്കിൽ ചെവി കുത്തി വെച്ചിരിക്കുന്ന ആ ഇയർഫോണിൽ കൂടെ കേൾക്കുന്ന മ്യൂസിക്കിലോ ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സ്. അവര് എടുത്തു വാരി കഴിച്ചു പോയി. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്നത് അതല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് ഭക്ഷണം നമ്മൾ ഭക്ഷിച്ചിട്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി സ്തോത്രം ചെയ്യണം. ദാറ്റ് മീൻസ് യു ഷുഡ് റിയലൈസ് വാട്ട് യു ആർ ഈറ്റിംഗ്, വാട്ട് യു ആർ ഗെറ്റിംഗ്, ആൻഡ് യു ഷുഡ് ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ദാറ്റ്. അതുകൊണ്ട് ആ ശീലം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വലുതായി കഴിഞ്ഞാൽ അത് അവർക്ക് അനുഗ്രഹമായിരിക്കും. ആമേൻ. അപ്പോൾ ഈ വാക്യത്തിൽ സ്പെഷ്യലി നമുക്ക് ടീച്ചിങ് കിട്ടുന്നത്, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്കറിയാം, 10-ാം വാക്യം വായിച്ചാൽ അറിയാം. ഫോർ ദ, അവിടെ നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഫോർ ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തരുന്ന നന്മകൾ നമുക്ക് മുമ്പിൽ കാണുവാനും തൊടുവാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്ന എല്ലാത്തിനുമായി, ഫോർ ദ, അതിനായി, ഇതിനായി
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനായി, നമ്മുടെ വസ്ത്രത്തിനായി, നമ്മുടെ ജോലിക്കായി, അങ്ങനെ ഓരോന്നോരോന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ ഭാര്യയ്ക്കായി, നമ്മുടെ ഭർത്താവിനായി, നമ്മുടെ കുടുംബത്തിനായി, നമ്മുടെ പേരൻസിനായി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നന്മകളൊക്കെയും നമ്മൾ ഒന്നൊന്നായി ഫോർ ദം, ആമേൻ, സ്തോത്രം, ഫോർ ദ, ആമേൻ, ഹല്ലേലൂയ, അതിനു വേണ്ടി നമ്മൾ പേര് പറഞ്ഞ് നമ്മൾ നന്ദി പറയേണ്ടിയ ശീലം വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇത് ഊണുമേശയിൽ നിന്ന് ആരംഭിക്കുക, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മളുടെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും ഇത് നമ്മൾ പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ആമേൻ, സ്തോത്രം. ഇത് മോശ നമ്മളെ പഠിപ്പിച്ച ഒരു രീതിയാണ്. ആമേൻ. എന്നാൽ ഇതിൽ നിന്ന് ഈ ലെവലിൽ തന്നെ നിന്നാ പോരാ, ഇതിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് വളരാം. അടുത്ത ലെവലിലേക്ക് താങ്ക്സ് ഗിവിംഗ്, സ്തോത്രം ചെയ്യുന്നത് അടുത്ത ലെവലിലേക്ക് നമുക്കൊന്ന് കയറാം. ഇത് വരെ നമ്മൾ മോശയുടെ ആ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോർ ദ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ച കാര്യങ്ങൾ, കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടി ഫോർ ദ. ഇനിയും അടുത്തൊരു വാക്യം വായിക്കാം. നമുക്ക് നല്ലപോലെ അറിയാം. ഇത് ഞാൻ കൊണ്ടുപോകാൻ ദാവീദ് പഠിപ്പിച്ച നന്ദി പറയുവാനും ഒക്കെയും പഠിപ്പിച്ച ഒരു കാര്യമാണ്. 23-ാം സങ്കീർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നല്ലപോലെ അറിയാം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥമായ വെള്ളത്തിന്റെ അരികിലൊക്കെയും അവൻ നടത്തുന്നു നമ്മളെ. അപ്പോൾ ഈ നല്ല അനുഗ്രഹപ്പെട്ട സങ്കീർത്തനം നമുക്ക് നല്ലപോലെ അറിയാം. അതൊന്നും ഞാൻ എടുത്ത് വായിക്കുന്നില്ല, പറയുന്നില്ല. എന്നാൽ അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ, ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ, ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ, ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ. Yea, though I walk through the valley of shadow of death, I will fear no evil, for you are with me, your rod and your staff, they comfort me. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വേർഡ് ഈവൻ ദോ എന്നുള്ള വേർഡാണ്. ഡ്യൂട്ടോണമി എന്ന് ഞാൻ പറഞ്ഞത് ഫോർ ദ എന്നുള്ളതാണ്. ഇവിടെ ഈവൻ ദോ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല, ലഭിച്ച കാര്യങ്ങളല്ല, കാണാത്ത ചില കാര്യങ്ങൾ, ലഭിക്കാത്ത ചില കാര്യങ്ങൾ. ഈവൻ ദോ നമ്മൾ ചിലത് പ്രാർത്ഥിച്ചു, അത് കിട്ടിയില്ല. ഈവൻ ദോ നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. ഈവൻ ദോ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചു. ഈവൻ ദോ എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പലതും നടക്കാതെ വന്നാലും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥിതികളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നാലും, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വന്നാലും പോകേണ്ടി വന്നാലും, ലഭിക്കാതിരുന്നാലും, നടക്കാതെ വന്നാലും, അപ്പോൾ നേരത്തെ പഠിപ്പിച്ച താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് ലഭിച്ച കാര്യങ്ങൾക്ക് ഫോർ ദ എന്ന് പറഞ്ഞ് നമ്മൾ നന്ദി പറയുവാനായിട്ട് പഠിച്ചെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ അടുത്ത പടിയില് ദൈവം നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നടക്കാതെ വന്നിരിക്കുന്ന പല കാര്യങ്ങൾക്ക് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ പറ്റണം. സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കണം. ആമേൻ, ഹല്ലേലൂയ. 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം.
എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ എന്റെ കൊണ്ട് ശത്രുക്കൾ കാണുകെ എനിക്ക് നീ ഒരുക്കുന്നു. മേശ ഒരുക്കുന്നു. പ്രിപ്പയർ എ ടേബിൾ ഫോർ മീ. അപ്പോൾ ഇവിടെ നോക്കുക, അടുത്ത മേശ നോക്കുക. ആ മേശയ്ക്ക് ചുറ്റും ശത്രുക്കളാണ്. എന്നാൽ ആ ശത്രുക്കളുടെ മധ്യയിലും അവൻ നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ, അടുത്ത ചെയറിൽ ഇരിക്കുന്ന നമ്മുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കും. നാളെ ജോലി നഷ്ടപ്പെടുമെന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത ചെയറിൽ ഇരിക്കുന്നത് നമ്മുടെ ഭയമായിരിക്കാം. അടുത്ത ചെയറിൽ ഇരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഓഫീസിലോ അവിടെ എവിടെയോ അൺനെസസറിലി നമ്മളെ ഹെറാസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ ചുറ്റിലും നമ്മുടെ ചുറ്റിലും നിൽക്കുമ്പോൾ ദൈവമേ എനിക്കൊരു നല്ല ഓഫീസ് കിട്ടിയില്ലല്ലോ, സ്തോത്രം. കിട്ടിയില്ല എങ്കിലും സ്തോത്രം. ഈവൻ ദോ I have problems in my working place, even though എനിക്ക് അസൗകര്യം കിട്ടിയില്ല, ഈവൻ ദോ ഇതുവരെ എന്റെ മക്കളുടെ കല്യാണം, വിവാഹം നടന്നിട്ടില്ല, ഈവൻ ദോ മക്കൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല, ഈവൻ ദോ എന്ന് പറഞ്ഞ് ഓരോ വിഷയങ്ങൾക്കും ഈവൻ ദോ എന്ന് പറഞ്ഞ് ഈവൻ ദോ I am sitting in the midst of my enemies, I will praise you, Lord. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ സന്തോഷിക്കും, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം അവിടെയും നീ എന്റെ കൂടെയുണ്ട്. അവിടെയും എന്റെ എല്ലാ ഇൻസെക്യൂരിറ്റിയുടെ മധ്യയിലും, എന്റെ എല്ലാ പ്രശ്നങ്ങളുടെ മധ്യയിലും നീ അവിടെയും എനിക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മോശ പഠിപ്പിച്ച, നന്ദി പറയുവാൻ പഠിപ്പിച്ച ആ മേശ എന്ന് പറയുന്നത് ഭക്ഷിച്ച് തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ സ്തോത്രം ചെയ്യുന്ന മേശയാണെങ്കിൽ, ഈ ദാവീദ് സ്തോത്രം ചെയ്യുന്ന ആ ടേബിൾ എന്ന് പറയുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ ഇടയിലും ഈവൻ ദോ ലഭിക്കാതിരിക്കുന്നെങ്കിലും, ഈവൻ ദോ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടത്തിയാലും ഞാൻ ഒരു അനർത്ഥം ഭയപ്പെടുകയില്ല. അവൻ സന്തോഷിക്കുന്നു. കാരണം നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഇതൊരു മോശ പഠിപ്പിച്ച ആ നന്ദി പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കിൻഡർ ഗാർഡൻ ലെവൽ ആണെങ്കിൽ, ദാവീദ് പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഒരു ഗ്രാജുവേഷൻ ലെവലാ. ഞാൻ പലരും വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുന്നതും കേട്ടിട്ടുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല, എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല, എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന, അത് മറ്റേ ഇതിലുമുണ്ട്. നമ്മുടെ മക്കൾ കണ്ടിട്ടില്ലേ, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടിയില്ല, ആ ടേബിളിൽ ഇരുന്നോണ്ട് ഇതാണോ, ഇതേ ഉള്ളോ, നന്ദി പറയാണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? പലപ്പോഴും അങ്ങനത്തെ അനുഭവമുണ്ട്. ദൈവം തരുന്ന നന്മകൾ തൃപ്തിപ്പെടാത്ത അനുഭവങ്ങളുമുണ്ട്. അത് തന്നെ ഇവിടെയുമുണ്ട്. ദാവീദിന്റെ ടേബിളിലും ഉണ്ട്. നമ്മൾ അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നത്, എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്നാൽ അത് ചോദിക്കാതെ, ഈവൻ ദോ നീ എങ്ങനെ നടത്തിയാലും, I will fear no evil.
ഒരു മിനിറ്റ്. അരുൺ മതിന് ഞാൻ ഇരുന്ന് സംസാരിച്ചാൽ ശ്വാസം അത്ര കിട്ടത്തില്ല. എന്നാൽ കിടന്ന് സംസാരിച്ചാൽ അതിനെക്കാട്ടി കൂടുതലുണ്ട്. എന്നാൽ ഇച്ചിരി ഒന്ന് ഒച്ച എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഈ കംപ്ലൈനിങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിക്കളഞ്ഞേച്ച് ഒരു താങ്ക്സ് ഗിവിങ്ങിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ ആദ്യമേ വായിച്ച വാക്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്നിലും വിചാരപ്പെടാതെ നമ്മൾ സ്തോത്രത്തോടെ നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇതൊക്കെയും ദൈവസന്നിധിയിൽ വെക്കുവാനുള്ള വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ സ്തോത്രം ചെയ്യാൻ പഠിക്കണം. ആ പഠിക്കണമെങ്കിൽ അത് മോശയുടെ ടേബിൾ ആയാലും ദാവീദിന്റെ ടേബിൾ ആയാലും നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. എന്ന് മാത്രമല്ല, ആ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് ഹാബിറ്റ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ദൈവത്തോട് മാത്രമല്ല നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മൾ അന്യോന്യവും നന്ദി പറയണം. സഹോദരി കുക്ക് ചെയ്ത് വന്നു, ഉണ്ടാക്കി കൊണ്ടുവന്നു. പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ഭാര്യ അവിടുന്ന് ഇവിടുന്ന് കുക്കറിയും അതും ഇതും എല്ലാം കണ്ട്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കണ്ട്, ഓരോ റെസിപ്പി കണ്ട് ഉണ്ടാക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വീട്ടിലില്ല. അപ്പൊ വിചാരിക്കും ഓക്കെ വച്ചാൻ വരട്ടെ, വച്ചാൻ വരുമ്പോ ഉണ്ടാക്കാം. അങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ഞാൻ വന്നു കഴിയുമ്പോഴായിരിക്കും പുള്ളിക്കാരി അത് ഉണ്ടാക്കുന്നത്. ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോഴത്തേനായിരിക്കും ഒത്തിരി പേര്, അപ്പം യാത്രയിലായിരുന്നുകൊണ്ട് കൽക്കട്ടയിലെ വർക്കെല്ലാം പെൻഡിങ് ആണല്ലോ. അപ്പൊ കൽക്കട്ടയിൽ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേന് കൽക്കട്ടയിലുള്ളവരെല്ലാം എത്തും. അവരുടെ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് അവിടെ എത്തും. അപ്പൊ ഞാൻ തിരക്കാം. ആ തിരക്കിന്റെ ഇടയിൽ ഇവിടെ എൻ്റെ വൈഫ് എനിക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ന്യൂ ഐറ്റം ഉണ്ടാക്കി എല്ലാം ചെയ്ത് കൊണ്ടുവന്ന് തരും. ആ തന്നു കഴിയുമ്പോൾ ഞാൻ ഇവിടെ ബിസിയാണ്. ആ ബിസി ആകുന്നതിന്റെ ഇടയ്ക്ക് ഞാനിത് വാരിത്തിക്കും. ഞാൻ അറിയത്തുപോലുമില്ല എന്നാ കഴിച്ചെന്നുള്ളത്. കുറെ കഴിയുമ്പോ വൈഫ് ഇങ്ങനെ കാത്തിരിക്കും. ഇതൊന്ന് എന്തെങ്കിലും പറയുമോ, പുതിയ സാധനം കഴിച്ചതാണ്, എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും. എവിടെ, ഞാനൊന്നും പറയുന്നില്ല. അവസാനം ചോദിക്കും എന്നാ കഴിച്ചതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴാ ഞാൻ ചിന്തിക്കുന്ന, അയ്യോ എന്തെങ്കിലും തന്നു കാണുമല്ലോ, എന്നിട്ടല്ലേ ചോദിക്കുന്നത്. ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവരത് ചെയ്തിരിക്കുന്ന എന്തിനാന്നറിയാമോ? അത് തന്നിരിക്കുന്ന, അത് കംപ്ലീഷൻ ഉണ്ടാകുന്ന എപ്പോഴാന്നറിയാമോ? ഞാൻ അത് കഴിച്ചിട്ട് ഇത് പുതിയ ഐറ്റം ആണല്ലോ, നല്ലതായിരിക്കുന്നല്ലോ, ആഹാ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അവരുടെ ആ മുഖം കാണണം, അവരുടെ ആ സന്തോഷം കാണണം. ആ സന്തോഷം കിട്ടുമ്പോഴാണ് അവര് ചെയ്തതിന്റെ പൂർത്തീകരണമാകുന്നത്. എന്നാൽ നമ്മൾ അത് പറയാതെ അറിയാതെ നമ്മൾ ഭക്ഷിച്ചു പോയി, എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവന്റെ മനസ്സിൽ എന്താണെന്നറിയാം, ഓ വെറുതെ ആയിപ്പോയി ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ഈ തരുന്നവരുടെ മനോഭാവം കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമ്മളാണ് ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നെങ്കിൽ അവര് തിരിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷം തോന്നും.
ആമേൻ. എന്നാൽ ഇതൊന്നുമല്ല, നിസാരം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫീലിംഗ്? ഒന്ന് ചിന്തിക്കുക ദൈവമക്കളെ. എന്നാൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം വളരുന്നൊന്ന് ചിന്തിച്ചേ. ഇതേ വിഷയമാണ് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സംഭവിക്കുന്നതും. അല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മൾ നന്ദി പറയുമ്പോൾ, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും വളരാൻ അതൊരു നല്ല കാരണമാണ്. ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും എൻകറേജ് ചെയ്യുന്നത് പ്രാക്ടീസ് 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 താങ്ക്സ് ഗിവിംഗ്. നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക. ആ തീരുമാനം നിങ്ങൾ ഒന്ന് എടുത്താൽ നന്നായിരിക്കും. ആ തീരുമാനം എടുത്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ദൈവത്തോടും മനുഷ്യരോടും അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടി തന്നെ ഇന്ന് ഞാൻ പ്രബോധിപ്പിക്കട്ടെ. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്ന് മാത്രമല്ല, ആ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു വളർച്ച ഉണ്ടാകട്ടെ, ഒരു ഗ്രാജുവേഷൻ ഉണ്ടാകട്ടെ. ഒരു കിൻഡർ ഗാർഡൻ ടേബിളിൽ നിന്ന് നമുക്കൊന്ന് ഗ്രാജുവേറ്റിംഗ് ടേബിളിലേക്ക് ഒന്ന് മാറാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ആ താങ്ക്സ് ഗിവിംഗ് പ്രാക്ടീസ്, ആ ലെവല്, നമ്മുടെ കിൻഡർ ഗാർഡൻ ലെവലിൽ നിന്ന് കയറി നമുക്ക് ആ ഗ്രാജുവേറ്റ് ചെയ്ത് ആ ടേബിളിലേക്ക് മാറി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ, സ്തോത്രം. ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇനി അടുത്ത ടേബിളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് വല്ലാത്തൊരു ടേബിളാണ് കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വല്ലാത്തൊരു മേശയാണ്. നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം ഒന്ന് വായിച്ചാട്ടെ. മറ്റോരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കുന്നു. ഓക്കെ, ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ. 17 and 18. അതിനകത്ത് 2 വേർഡ് ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. But the latter out of love, knowing that I am appointed for the defense of the gospel. What then? Only that is every way, whether it pretends or in truth, Christ is preached, and in this I rejoice. 17 വായിച്ചാട്ടെ. But the latter out of love, knowing that I am appointed for the defense of the gospel. What then? Only that is every way, whether in pretense or in truth, Christ is preached, and in this I rejoice, yes, and will rejoice. ഓക്കെ. ഞാൻ വായിച്ചത് വേറെ വെർഷനാണ്, മോള് വായിച്ചത് വേറെ വെർഷനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ചിലവര് എനിക്ക് വേണ്ടി they are stirring up problem. എനിക്ക് വിരോധമായിട്ട് അവര് സ്റ്റിറപ്പ് ചെയ്യാണ്. സ്റ്റിറിങ് അപ്പ്. അത് 17-ാം വാക്യത്തിൽ ഉള്ള ഒരു വേർഡാണ് ഞാൻ എഴുതുന്നത്, സ്റ്റിറപ്പ് എന്നുള്ള ഒരു വാക്ക്. അപ്പോൾ അത് വേറെ വെർഷനിലാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. ഈ ജയിലിൽ കിടക്കുമ്പോഴും പലർക്കും പൗലോസ് അപ്പോസ്തലന് വേണ്ടി പല പ്രശ്നങ്ങൾ സ്റ്റിറപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഈസ് ഇൻ ചെയിൻ. ആ ചെയിനിൽ കിടക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യം. എന്നാൽ 18-ാം വാക്യം പറയുന്നത് അവര് ഉദ്ദേശം വേറെ ആണെങ്കിലും
അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതും കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ because it is giving glory to God. ഉദ്ദേശം എന്ത് തന്നെ ആയിരുന്നാലും because it is giving glory to God, ദൈവനാമം മഹത്വപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഇവിടുന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ കാഠിന്യമായ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്തോത്രം ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. അത് വേദനയായാലും കഷ്ടതയായാലും എന്ത് തന്നെ ആയാലും. എന്തിനാ സ്തോത്രം ചെയ്യുന്നേ? എങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഒരു സ്തോത്രം ചെയ്യാൻ ഒരു കാര്യം പോലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർദ ഇല്ല എന്ന് മാത്രമല്ല, വളരെ കഠിനമായ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴും ഇവിടെ പറയുന്നത് ഞാൻ നന്ദി പറയുന്നു, ഞാൻ സന്തോഷിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അതിന്റെ പർപ്പസ്, അതിൽ കൂടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നല്ലതല്ല, അവർ ചെയ്യുന്നത് നല്ലതല്ല, അവരുടെ പ്രവൃത്തി നല്ലതല്ല, വേദന നല്ലതല്ല, അതിനുവേണ്ടി ഒന്നും എനിക്ക് സ്തോത്രം ചെയ്യാൻ പറ്റൂല. പക്ഷെ ഈ വേദനകരമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ചിലത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദൈവനാമം മഹത്വപ്പെടുന്നുണ്ട്. Because of that, I rejoice. Amen. Hallelujah. എന്റെ ജീവിതത്തിൽ നടക്കുന്നത് ഒന്നും നല്ലതല്ല. ഇന്ന് ഈ മീറ്റിംഗ് എനിക്ക് സമയം തരുന്നതിന് മുമ്പ് കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ യോബിന്റെ ജീവിതം പറഞ്ഞു. യോബിന്റെ ജീവിതത്തിൽ നടന്നതൊന്നും നല്ലതല്ല, നല്ലതല്ല, നല്ലതല്ല. അതിനൊന്നും പ്രശംസിക്കാനോ അതിനൊന്നും സ്തോത്രം ചെയ്യുവാനോ സാധ്യമല്ല. എന്നാൽ അതിൽ കൂടെ ഒരു നല്ല കാര്യം നടന്നില്ലേ? അത് കാരണം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ബലപ്പെടാൻ സാധിക്കുന്നില്ലേ? നല്ല വചനം, നല്ല ശിക്ഷ നമുക്ക് കിട്ടിയില്ലേ? ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വേറൊരു കാര്യം ഞാൻ പറയാം. ഈ സ്റ്റിറപ്പ് എന്ന് പറയുന്നത്, ആ ജീവിതത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, ഒന്ന് സങ്കല്പിക്കുക. ആ കിച്ചൺ ഒന്ന് സങ്കല്പിക്കുക. അവിടുന്ന് ചോപ്പിംഗ് സൗണ്ട് കേൾക്കാം, വെട്ടുന്ന മുറിക്കുന്ന സൗണ്ട്. ടപ് 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 ടപ്. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ കറക്കം, കറന്നുള്ള മിക്സിയുടെ കറക്കത്തിന്റെ സൗണ്ട് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ചീൻചട്ടിയില് ചൂടുള്ള എണ്ണയ്ക്കകത്തോട്ട് ഏതാണ്ട് ഇടുന്ന ശബ്ദം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അതിട്ട് ഇളക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കുന്നു. എന്തോ പൊരിച്ചെടുക്കുവോ പൊള്ളിച്ചെടുക്കുവോ കരിച്ചെടുക്കുവോ എങ്ങനെയാന്നറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി ഇളക്കി ചിടപ്പി. ജീവിതം അങ്ങനെ കയറി മറിയുമ്പോൾ സന്തോഷിക്കുവാൻ ഒരു വകയില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴും ഒരു കാര്യമോർത്ത് നമുക്ക് സന്തോഷിക്കാം. ബിക്കോസ് അത് ടേബിളിൽ വരുമ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിരിക്കും. അത് പക്ഷേ വിഭിന്നമായ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ, അത് വളരെ കഷ്ടതയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയെങ്കിലും, ഒരു വെജിറ്റബിൾ ആണെന്ന് ചിന്തിക്കുക, അത് വിഭിന്നമായ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴും
അത് എന്തിനു പോകുന്നു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകും എന്നൊന്നും അതിന് മനസ്സിലാകില്ല. മിക്സിക്കകത്തിട്ട് കറക്കുമ്പോഴോ അതിന് മനസ്സിലാവില്ല. എന്നാൽ ചീഞ്ചട്ടിക്കകത്തിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ട് ഇളക്കി പിന്നെ മതി എന്ന് പറഞ്ഞാല് പിന്നെ ഇട്ട് പൊള്ളിക്കുക. ഇതൊന്നും ചെയ്യുമ്പോൾ ഒന്നും അറിയില്ലേ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നൊരു ചിന്ത വരത്തുള്ളൂ. എന്നാൽ അപ്പോഴും ഒരു വിശ്വാസം അവസാന ടേബിളിൽ എത്തുമ്പോൾ ഒരു നല്ലൊരു വിഭവമായിരിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവിടെ കിടന്നും ചീച്ചട്ടിക്കകത്ത് കിടന്നും സ്തോത്രം ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ടാന്നറിയാമോ? കാരണം അറിയാം ഞാൻ ആരുടെ കയ്യിലാ ഉള്ളത്, ആരാ എന്നെ ഇട്ട് ഇളക്കുന്നതെന്നറിയാം, ആ കുക്ക് ആരാണെന്ന് അറിയാം, ആ കുക്കിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നറിയാം, ആ കുക്കിന്റെ നോളേജ് എന്തുവാന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളായിരിക്കുന്നു. ദൈവം അനുവദിച്ച് തന്ന ഈ കഷ്ടങ്ങളൊക്കെ അത് ദൈവം അനുവദിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ അത് അവസാനം ഒരു നല്ല വിഭവമായി പുറത്തു വരും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് നിങ്ങൾ ഈ കേൾക്കുന്ന ഈ പ്രസംഗം എന്റെയും ജീവിത അനുഭവത്തിൽ കൂടെ തന്നെയാ വരുന്നത് കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ജീവിതാനുഭവത്തിൽ കൂടെ ഒരു നല്ല പ്രസംഗം ഇറങ്ങാൻ പറ്റിയെങ്കിൽ നമുക്ക് ആ അനുഭവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ പറ്റൂലേ? ജീവിതാനുഭവങ്ങൾ അത്ര നല്ല അല്ലട്ടോ, അതിനകത്തൊരു ഗുണം ഇല്ലട്ടോ, അത് വേദനകരമാണ് കേട്ടോ. എന്നാലും അതിനകത്തുനിന്നൊരു നല്ല മെസ്സേജ് ഇറങ്ങുമ്പോൾ, അത് ജനത്തിന് അനുഗ്രഹമായിരിക്കുമ്പോൾ, ആ ജീവിതാനുഭവം, ആ കഷ്ടത നല്ലതാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? എന്നാൽ ഇത് ആ പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷമല്ല സ്തോത്രം ചെയ്യുന്നത്. പ്രൊഡക്റ്റ് കാണുന്നതിന് മുമ്പ് തന്നെ, ഷോപ്പിംഗ് ടേബിളിൽ കിടക്കുമ്പോ തന്നെ, അല്ല മിക്സിയിൽ കിടന്ന് അരിയുമ്പോ തന്നെ, അല്ല ചീഞ്ചട്ടിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് കോൺഫിഡൻസോടെ സ്തോത്രം ചെയ്യാൻ സാധിക്കണം. എല്ലാറ്റിനും നമ്മൾ വ്യാകുലപ്പെടാതെ, വിചാരപ്പെടാതെ, സ്തോത്രത്തോടെ, പ്രാർത്ഥനയാലെ നമ്മൾ അവന്റെ സന്നിധിയിൽ ആ ചോപ്പിംഗ് ടേബിളിലും മിക്സിയിലും ചീഞ്ചട്ടിയിലും കിടക്കുമ്പോൾ നമുക്ക് അത് പ്രാർത്ഥനകൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ സാധിക്കണം. അതാണ് ഒരു PhD ലെവലിലെ താങ്ക്സ് ഗിവിംഗ് ടേബിള് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു. ഓ, ആരാ ഈ ബലഹീനതയിൽ സന്തോഷിക്കുന്നത്? ആർക്ക് പറ്റും? നമ്മളെല്ലാരും ഈ മറച്ചു വെക്കുകയല്ലേ. നോക്ക്, ഇച്ചിരേച്ച കഷണ്ടി വന്നവരൊക്കെ നോക്കിക്കേ, അതൊക്കെ മുടി വെക്കുകയല്ലേ ചെയ്യുന്നത്. എവിടുന്നോ മുടി വലിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കഷണ്ടിയെ മൂടി വെക്കുക. നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറ്റം പറയല്ല ചെയ്യുന്നത്. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ, അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ, അഭിമാനിക്കുവാനോ, സന്തോഷിക്കുവാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്നൊക്കെ നമ്മൾ മറച്ചു വെക്കും, നമ്മളെ മറച്ചു വെക്കും. ചിലപ്പോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ ചോദിക്കും, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ വലുതായി നമ്മൾ പറയും, പക്ഷെ ഒരിക്കലും നമ്മുടെ വീക്ക്നെസ്സസ് നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അതൊക്കെ നമ്മൾ മറച്ചു വെക്കുക.
എന്നാണ് പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു. ഭ്രാന്തനായിരിക്കും. ഭ്രാന്തന്മാരല്ലാണ്ട് പിന്നെ ആർക്കാ ഇങ്ങനെ ബലഹീനതയിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്? എന്നാൽ ബലഹീനതയിൽ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പൗലോസപ്പോസ്തലനോട് ചോദിച്ചാൽ പൗലോസപ്പോസ്തലൻ പറയും, എന്റെ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുന്നു. എനിക്ക് അവന്റെ കൃപയും അവന്റെ ശക്തിയും അനുഭവിക്കുവാൻ സാധിച്ചതിന്റെ കാരണം എന്റെ ബലഹീനതയാണ്. ഞാൻ ബലഹീനനായിരുന്നപ്പോൾ ഞാൻ കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചത് കൊണ്ട് എനിക്ക് അവന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ സാധിച്ചു. എന്റെ ബലഹീനത നിമിത്തം എനിക്ക് അവന്റെ ശക്തി രുചിച്ച് മനസ്സിലാവാൻ സാധിച്ചു എങ്കിൽ, അവന്റെ സ്നേഹം രുചിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു എങ്കിൽ, ഞാൻ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു. ആമേൻ. That is good for me. That was good for me. Akashada in itself is not good, but the product is good. A product good ആയത് എന്തുകൊണ്ടാണെന്നറിയാം? കാരണം നമ്മൾ ദൈവകരങ്ങളിലായതുകൊണ്ട്. നമ്മളെ അതിൽ കൂടെ കടത്തി വിടുമ്പോഴും അവൻ ഒരു പ്രാവശ്യം പോലും അവന്റെ കണ്ണ് നമ്മുടെ മേലിൽ നിന്ന് എടുക്കുന്നില്ല, മാറ്റിക്കളയുന്നില്ല. സ്നേഹത്തോടെ അതിന്റെ പാകത്തിന് നമ്മളെ ആക്കി എടുക്കുകയാണ്. ചീഞ്ചട്ടിയില് നമ്മളെ ഇട്ട് വറുത്ത് പാകത്തിനുണ്ടാക്കുമ്പോഴുണ്ടല്ലോ, അടുത്ത വീട്ടിൽ നിന്ന് ആൾക്കാര് പറയും, എന്തോ നല്ലത് ഉണ്ടാക്കുന്നുണ്ടാവും. ആ സൗരഭ്യവാസന നമ്മളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കും, ആശ്വാസമായിരിക്കും, സന്തോഷമായിരിക്കും. ദൈവമക്കളെ, ഡു യു ട്രസ്റ്റ് ഗോഡ് ഫോർ ദാറ്റ്? നമുക്ക് ആർക്കൊക്കെ ആ ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാൽ that is a PhD level. ഈ ലെവലിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സ്തോത്രത്തോടെ അറിയിക്കുവാൻ. ഒന്നുകൂടെ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം 7-ാം വാക്യം കൂടെ വായിച്ചിട്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതാണ് അതിന്റെ ബോണസ് കേട്ടോ. ബോണസ് എന്താണെന്നറിയാമോ? ഇങ്ങനെ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന അവന്റെ ദിവ്യ സമാധാനം നമ്മളെ ഭരിക്കുകയാണ് ചെയ്യും. എന്ന് വെച്ചാൽ എത്ര പ്രശ്നത്തിൽ കൂടെ കടന്നുപോയാലും ഈ ദൈവ പൈതലിനെ നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവൻ കുലുങ്ങിപ്പോയിട്ടില്ല, ആടിപ്പോയിട്ടില്ല. എന്തു സമാധാനം അവന്റെ മുഖത്ത്, എന്ത് സന്തോഷം അവന്റെ മുഖത്ത് നോക്കിയാൽ. കണ്ടറിയത്തില്ല ഇത്ര വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയതാണ്. ഇതെന്തുവാന്നറിയാമോ? ബോണസ്. എന്താ ബോണസ് എന്നറിയാമോ? സ്തോത്രം ചെയ്തതിന്റെ ബോണസ്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ കണ്ണുകൾ ഒന്ന് അടയ്ക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഭവനത്തിലാണല്ലോ. നിങ്ങളൊന്ന് കരങ്ങളൊന്ന് കോർത്തു പിടിച്ചേ. അന്യോന്യം ഫോർ ദ ഈച്ച് അതർ. ഭാര്യയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ, മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ. ഓരോന്ന് നിങ്ങളൊന്ന് ശബ്ദം ഉയർത്തി നിങ്ങളുടെ ഭവനങ്ങളിൽ അവിടെ ഇരുന്ന് തന്നെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഫോർ ദ മോശയുടെ ടേബിളിൽ ഇരുന്ന് ഫോർ ദ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത് ഫോർ ദ എല്ലാത്തിനുമായി ഒന്ന് ഓർത്ത് റെക്കഗ്നൈസ് ചെയ്ത് ആമേൻ സ്തോത്രം ഒന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ദൈവമേ,
ദൈവമേ ഹല്ലേലൂയ, എനിക്ക് തന്ന ജീവിത പങ്കാളിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, 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 ഞങ്ങൾക്ക് തന്ന സന്തോഷത്തിനായി സ്തോത്രം, ഭവനത്തിനായി സ്തോത്രം, വസ്ത്രത്തിനായി സ്തോത്രം, വാഹനത്തിനായി സ്തോത്രം, ജോലിക്കായി സ്തോത്രം, 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 ആഹാരത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നുണ്ടല്ലോ, അതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് ഡെയിലി ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടല്ലോ, സ്തോത്രം, 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 സ്തോത്രം. എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭവനത്തിൽ ഉണ്ടല്ലോ, സ്തോത്രം, സ്തോത്രം. ഇന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പൊ തന്നെ മേടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിവ് തന്നല്ലോ. അതുപോലെ ഓരോ വിഷയത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാമോ, സ്തോത്രം ചെയ്യാമോ? ഈ പ്രാക്ടീസ് നിങ്ങളൊന്ന് ചെയ്യാമോ? ഹല്ലേലൂയ, ആമേൻ. എന്നാൽ നമുക്ക് അടുത്ത ടേബിളിലേക്ക് ഒന്ന് പോകാം. ആമേൻ, സ്തോത്രം. ഈവൻ ദോ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് ലഭിക്കാതിരിക്കുന്നുവെങ്കിലും സ്തോത്രം ചെയ്യുന്നു. ഈവൻ ദോ ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈവൻ ദോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും സ്തോത്രം, 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 സ്തോത്രം. നന്ദി പറയുന്നു കർത്താവേ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, അവിടെയും നീ എന്നെ നടത്തുന്നല്ലോ, അവിടെയും എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്നല്ലോ. ആമേൻ, ആമേൻ, സ്തോത്രം. നിങ്ങൾ വിഷമിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ച് ലഭിക്കാതിരിക്കുന്ന ഓരോന്നിനു വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം, 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 സ്തോത്രം. അടുത്ത ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്ര നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങനെയെങ്കിൽ അവനുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വളർന്നുകൊണ്ടിരിക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ധരിക്കുക തന്നെ ചെയ്യും. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നീ ഞങ്ങളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി ഏത് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയാലും അതിലും സന്തോഷിക്കുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. I thank you, Lord, for everything. I thank you, Lord, for all the even though. And I thank you, Lord, for every because. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു. ഇത്രത്തോളം അവസരം തന്നതിനായി സ്തോത്രം. ഞാൻ ഒരു പക്ഷേ മുഴുവനായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുകയില്ല, എന്നാൽ എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം ഞാൻ അവിടെ വന്നപ്പോൾ ആരാധിക്കുവാൻ അവസരം കിട്ടി. നിങ്ങളുടെ സ്നേഹ സൽക്കാരങ്ങളൊക്കെയും സ്വീകരിക്കുവാനും അവസരങ്ങൾ കിട്ടി. ഞാൻ ഓർക്കുകയായിരുന്നു, നിങ്ങളെ ഒക്കെയും വന്ന് കാണുവാനും ഒക്കെയും ദൈവം സഹായിച്ചിരുന്നല്ലോ. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയാൻ നല്ലൊരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെ കാണുവാനും ഒരുമിച്ച് കൂട്ടായ്മ ലഭിച്ചതിനും സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ശോധന വളരെയുണ്ടെനിക്കു നാഥാ, പരിശോധന നാട്ടുനാൻ കുറുകുന്നപ്പാ. ശോധന വളരെയുണ്ടെനിക്കു നാഥാ, പരിശോധന നാട്ടുനാൻ കുറുകുന്നപ്പാ. വാസിലേശ പ്രഭു താടസം ചെയ്യാൻ ഒരു